ഹായ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി കർക്കിടക തീയലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇന്നൊരു കർക്കിടകത്തിലെ താള് തീയൽ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ തേങ്ങ ചുരണ്ടിയതാണ്. 7-8 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കതിലേക്ക് ആ ഒരു തേങ്ങയും ഇട്ട് കൊടുക്കാം. 7-8 വറ്റൽമുളകാണ്, 2ആയിട്ട് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പകുതി സവാളയാണ് ഞാൻ ചേർക്കുന്നത്. 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല തീയിലിട്ട് വറുത്തെടുക്കാം. കുറച്ച് സമയം വേണം വറുക്കാനായിട്ട്. തേങ്ങ ഇവിടെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. കുറേ സമയം കൂടി നമുക്കിത് ഇളക്കി കൊടുക്കാം നല്ല തീയിൽ. തേങ്ങ ഇപ്പോൾ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുറച്ച് സമയം കൂടി ഇളക്കിയാൽ മതിയാകും. അപ്പോൾ റെഡിയായി കിട്ടും. നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ഇതുപോലെ ഇളക്കാതെ ഇടയ്ക്കിടയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞിരിക്കും. ഇതുപോലെ ആക്കി കൊടുത്താൽ മതിയാകും. ഇങ്ങനെ അടിയിലേക്ക് പിടിച്ചിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ചെയ്താൽ മതിയാകും. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്ന് നല്ലതുപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. തീ ഓഫ് ചെയ്താലും ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിയും. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമല്ലി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്തത്. കയ്യിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. കർക്കിടകത്തിലെ തീയലായതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക്, ഒരു 1/4 സ്പൂൺ ചേർക്കാം. അതാണ് ആരോഗ്യത്തിന് വളരെ നല്ലത്. കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം. ഇത് സാധാരണ തീയലല്ല, കർക്കിടക മാസത്തിൽ തയ്യാറാക്കുന്ന പ്രത്യേകതരം തീയലാണ്. അതുകൊണ്ടാണ് കുരുമുളക് ചേർത്തത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. തണുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് താള് അരിഞ്ഞെടുക്കാം. ഒരു ചിരച്ചെമ്പിൻ്റെ താളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇലയും തണ്ടും എല്ലാം കൂടിയാണ് ഞാനിത് തീയൽ വെക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്തുള്ള തൊലിയൊക്കെ കളയണം. തണ്ടിൻ്റെ തൊലിയും ഇതുപോലെ കളഞ്ഞെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞെടുത്തു. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇലയും തണ്ടും അരിഞ്ഞെടുത്തു. ഇനി ഒരു മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീയൽ എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ല ടേസ്റ്റ്. കർക്കിടകമായതുകൊണ്ട് എല്ലാം മൺചട്ടിയിലാണ് ഇപ്പോൾ വെക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, അരിഞ്ഞത് ചെറുതായിട്ട്. ഇനി നമുക്കതിലേക്ക് 10-12 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനത്തിനും എല്ലാത്തിനും വളരെ നല്ലതാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇത് കർക്കിടകത്തിലെ തീയലായതുകൊണ്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി 2-3 പച്ചമുളക് നീളത്തിന് കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. താള് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. താള് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പടവലങ്ങ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. തീയലിന് പടവലങ്ങയും വെണ്ടയ്ക്കയും കത്തിരിക്കയും ഒക്കെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റാം. ഉപ്പുപൊടി പാകത്തിന് ചേർത്താൽ മതിയാകും. ഇനി കുറച്ച് സമയം വഴറ്റിയെടുക്കാം.
ചീരച്ചേമ്പിൻ്റെ ഇലയും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ജീരകവും ഉലുവയുമൊക്കെ ചേർന്ന തീയൽ കഴിക്കുമ്പോൾ വയറിൻ്റെയും കുടലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് കർക്കിടക മാസത്തിൽ ഇത് വളരെ നല്ലതാണ്. ഇതുപോലെ തയ്യാറാക്കി കഴിക്കുന്ന തീയൽ നമുക്കിത് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള കറുത്ത പുളി വെള്ളത്തിൽ കുതിരാൻ ഇട്ട് വയ്ക്കാം. കറുത്ത പുളിയാണ് എപ്പോഴും തീയലിന് നല്ലത്. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടു വന്നു. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു തീയലാണ്. കർക്കിടകത്തിൽ കഴിക്കുന്നത് ഇത് വളരെ നല്ലതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. വറുത്ത് വെച്ച തേങ്ങ നന്നായിട്ട് തണുത്തു. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഈർപ്പമില്ലാത്ത ജാറിലേക്കാണ് ഇടാനുള്ളത്. വെള്ളം ഒഴിക്കാതെയാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇതുപോലെയാണ് അരച്ചെടുക്കാനുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാം. ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കലക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കലക്കിയാലും മതി. പുളി വെള്ളം ഒഴിച്ച് ഇത് കലക്കിയെടുക്കാം. കുറേ വെള്ളം കൂടി ഒഴിച്ചിട്ട് കലക്കാം. അല്ലാതെ നേരിട്ട് നമ്മൾ വേവിച്ച കഷ്ണത്തിലേക്ക് ഒഴിച്ചാൽ അത് കട്ടിയായി പോകും. അതുകൊണ്ടാണ് ഇതുപോലെ കലക്കിയെടുത്ത് ഒഴിക്കുന്നത്. മിക്സിയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തു. ഇനി നമുക്കിതിലേക്ക് കലക്കി വച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്സി ഒന്നുകൂടി ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. കഴുകി ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഉപ്പും പുളിയുമൊക്കെ കണക്കാണോ എന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പും പുളിയുമൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം വേവിച്ചെടുക്കാം. തീയൽ തിളച്ച് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. തീയൽ റെഡിയായി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ഇതുപോലെ ഒരു താള് തീയൽ തയ്യാറാക്കി കഴിക്കുന്നത് കുടലിൻ്റെ ആരോഗ്യത്തിനും ദഹനത്തിനുമൊക്കെ വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ തീയൽ. ഞാൻ തയ്യാറാക്കിയ ഈ തീയൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.